നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന തായ്ലൻഡ് സർക്യൂട്ടിലാണ് വന്നിരിക്കുന്നത്. തായ്ലൻഡ് മോട്ടോർ സ്പോർട്സ് സർക്യൂട്ട് എന്ന ചെറിയൊരു ഗോക്കാ ട്രാക്കാണ്. 2.5 കിലോമീറ്റേഴ്സ് വരുന്ന ട്രാക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ വണ്ടികളൊക്കെ ദേക്കണ്ട പുതിയ TVS RTR 310 ആണ്. ഒരു രക്ഷയില്ല. ഇപ്പോൾ എനിക്കിൻ്റെ ഒപ്പീനിയൻ പറയാൻ പറ്റില്ല, പക്ഷേ ഒരു വാക്ക് അറൗണ്ട് കാണിച്ചാൽ പ്രോപ്പർ വാക്ക് അറൗണ്ട് 3 കളർ വേരിയൻസിലാണ് അവൈലബിൾ. യെല്ലോ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. മൈ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ്. അതേപോലെ സെപ്പാങ് ബ്ലൂ ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ്. അതിൻ്റെ ടോപ്പ് എൻഡ് മോഡൽ കളർ ഒന്നാണ് ഇതിട്ടോ വരുന്നത്. സെപ്പാങ് ബ്ലൂ അടിപൊളി കളർ വേരിയൻസിലാണ് വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടുപോകുന്ന RR310 സിമിലർ ആയിട്ടുള്ള എഞ്ചിൻ തന്നെ ഉപയോഗിച്ചത് G310 വരുന്ന അതേ എഞ്ചിൻ തന്നെ കൊടുത്തിരിക്കുന്നത്. നോക്ക് 312cc ലിക്വിഡ് കൂൾ സിംഗിൾ സിലിണ്ടർ ആണ്. 38 ഹോഴ്സ് പവർ 28 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോക്ക് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഈ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത RR310 പോലെ തന്നെ ഈ എഞ്ചിൻ കണ്ട സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന ഇതിനെ റിവേഴ്സ്ഡ് ഇൻക്ലൈൻ എന്നാണ് വിളിക്കുന്നത്. കണ്ട ചരിഞ്ഞിരിക്കുന്നത് കണ്ടില്ല. അത് കൊടുക്കാൻ കുറേ റീസൺ ഉണ്ട്. എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇത് കുറേ പ്രത്യേകതയുള്ള. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ലോങ് സ്വിങ്ങാമ കൊടുത്തിരിക്കുന്നത്. ലോങ് സ്വിങ്ങാം സാധാരണ മോട്ടോർ സൈക്കിൾ ഡ്രാഗ് റേസിംഗുള്ള വണ്ടികളൊക്കെ വലുത് വെക്കുമ്പോൾ കാണാൻ പറ്റില്ല. പക്ഷേ ലെഫ്റ്റ് ടു റൈറ്റ് അങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. വണ്ടി വീലിയൊന്നും ആകില്ല, ഭയങ്കര ടോപ്പ് സ്പീഡ് സ്റ്റെബിലിറ്റി ഇടും. പക്ഷേ ഡൗൺ സൈഡ് എന്തായിരിക്കും, ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ ചേഞ്ച് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. സോ അത് കമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എഞ്ചിൻ ചരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ലോങ് സ്വിങ്ങാം ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ വീൽ ബേസിന് അധികം അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ രണ്ട് ബെനിഫിറ്റ്സാണ് കിട്ടുന്നത്. ടോപ്പ് സ്പീഡ് സ്റ്റെബിലിറ്റിയും കിട്ടും, അതേപോലെ ഒരു ഷോർട്ട് വീൽ ബേസിൻ്റെ ഫ്ലിക്കബിലിറ്റിയും കിട്ടുന്ന രണ്ട് അടിപൊളി എഞ്ചിനീയറിംഗ് ആണ്. BMW കൊളാബറേറ്റ് വിത്ത് TVS ആയിട്ട് ചെയ്തൊരു അടിപൊളി എഞ്ചിനീയറിംഗ് സംഭവമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ ഇൻടേക്ക് ഫ്രണ്ടിലാണ്, എക്സോസ്റ്റ് ബാക്കിലൂടെ റൂട്ട് ചെയ്തിരിക്കുക. ഇതിൻ്റെ എക്സോസ്റ്റ് ഡിസൈനിലും കുറേ ചേഞ്ചസ് TVS വരുത്തിയിട്ടുണ്ട്. മുമ്പത്തെ RR310 കൂടുതൽ പവർ, ഓൾമോസ്റ്റ് 1 PS അതുപോലെ 1 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ലൈറ്റ് വെയിറ്റ് ഫോർജ്ഡ് പിസ്റ്റൻസ് ഉപയോഗിച്ച് അതുകൊണ്ട് 5% കൂടുതൽ പവർ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. മാത്രമല്ല എക്സോസ്റ്റിലും ചേഞ്ചസ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ബെറ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ വണ്ടിക്ക് ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ടർ ആയിട്ടുള്ള ബെൻഡ് പൈപ്പ്. ഇതിന് ഒരു ഹെഡർ പൈപ്പും ബെൻഡ് പൈപ്പും ഒന്നും തന്നെയായിട്ട് വരുന്നത്, വേറെ എക്സ്റ്റൻഷൻ ഒന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും സൗണ്ടിങ്ങിനെ എഫക്റ്റ് ചെയ്തത്. അത് മാറ്റാൻ വേണ്ടി TVS ഇതിൻ്റെ മഫ്ലർ ഡിസൈനിൽ പുറമേ കാണുമ്പോൾ ചേഞ്ചില്ല, ഇൻറ്റേർണലിയാണ് ഈ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ബെറ്റർ സൗണ്ടിങ്, കുറച്ചുകൂടി ക്രിസ്പി ആയിട്ടുള്ള സ്പോർട്ടി സൗണ്ടിങ് എക്സോസ്റ്റ് കൂടി. അത് ഞാൻ പിന്നെ കേൾപ്പിച്ചു തരാം. ബാക്കി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നോക്ക്, റോഡ് 5 ടയേഴ്സ് ആണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ടയേഴ്സ് ഫോർ ദ റോഡ്. നമ്മൾ ട്രാക്കിലും ഓടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഡ്യൂക്ക് 390 ഞാൻ ഇടുന്ന എൻ്റെ ഗോ ടു ടയേഴ്സ് ഫോർ റോഡിലും അതേപോലെ ട്രാക്കിലും ഒക്കെ നമുക്ക് കാണിക്കാൻ പറ്റിയ ടയേഴ്സ് റോഡ് ടയേഴ്സ്. മെഷിലിൻ്റെ 110 സെക്ഷൻ ഇൻ ദ ഫ്രണ്ട്, 150 ഇൻ ദ ബാക്കാണ് പ്രൊവൈഡ് ചെയ്യുക. മഴയത്തോ വെയിലത്തോ എവിടെയായാലും ഒരേ ഗ്രിപ്പ്, ഓൾ ദ ടൈം സിമിലർ കോൺഫിഡൻസ് ത്രൂ ഔട്ട് ദ ടൈം പ്രൊവൈഡ് ചെയ്ത ടയറാണ് ഈ മിഷലിൻ റോഡ് 5 കേട്ടോ. അടിപൊളി ടയേഴ്സാണ്. ഇതിൻ്റെ ഡിസ്ക് റോട്ടൽ വെച്ച് ചേഞ്ച് ചെയ്യുന്നത് 300 mm. RR310 എനിക്ക് തോന്നുന്നത് 320 mm ആണ് ഫ്രണ്ട് ഡിസ്ക് റോട്ടർ വരുന്നത്. ഇത് 300 mm ആട്ടോ ഇത് ഡിസ്ക് റോട്ടർ വരുന്നത്. എന്ന് പറഞ്ഞാൽ 20 mm ചെറുതാണ്. കാരണം തന്നെ വെയിറ്റ് കുറവായതുകൊണ്ട്, പിന്നെ ഇതിൻ്റെ റൈഡിംഗ് പൊസിഷനിൽ ചേഞ്ചസ് കൊണ്ട് വെയിറ്റ് ട്രാൻസ്ഫർ വരുന്ന ഡിഫറൻറ്റ് ആയതുകൊണ്ടാണ് TVS. മാത്രമല്ല അതിന് വേറെ അഡ്വാൻറ്റേജ് തോന്നുന്നത് അൺസ്പ്രങ് വെയിറ്റ് കുറയ്ക്കുന്നത്. ഒരു റൊട്ടേഷൻ ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നമ്മൾ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ അത് ഹാൻഡ്ലിങ്ങിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ ചേഞ്ചസ് ഒക്കെ ഇൻസ്റ്റൻറ്റേനിയസ് ആണ് ഈ വണ്ടിയുടെ. ഈ വൈഡ് ഹാൻഡിൽ ബാർ വെച്ച് നേക്കഡ് മോട്ടോർ സൈക്കിൾ ഓൺ എ ടൈറ്റ് ട്രാക്ക്. ഇവിടെ വന്നിട്ട് ഒരു സൂപ്പർ സ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ, ലോവർ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറുള്ള മോട്ടോർ സൈക്കിൾ ഓടിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് വുഡ് ബി വെരി ടയറിങ്. ബട്ട് ഓൺ ദിസ് മോട്ടോർ സൈക്കിൾ, നേക്കഡ് അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്ന മോട്ടോർ സൈക്കിൾ ഡയറക്ഷൻ ചേഞ്ച് ഇൻസ്റ്റൻറ്റേനിയസ് ആണ്. അതാണ് അഡ്വാൻറ്റേജ് ഓഫ് അൺസ്പ്രങ് മാസ് നമുക്ക് കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ്. അൺസ്പ്രങ് മാസ് സിമ്പിൾ രീതിയിൽ ഓർക്കുകയാണെന്ന് പറഞ്ഞാൽ എനിത്തിങ് ബിലോ ദ സസ്പെൻഷൻ, സ്പ്രിങ്ങിൻ്റെ അടി വന്ന എല്ലാ സാധനവും ഈ അൺസ്പ്രങ് മാസ് വരുന്നതായിട്ട്. അത് കുറക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ഹാൻഡ്ലിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. കോൺട്രവേഴ്സിയിലോട്ട് നമുക്ക് കിടക്കാം. ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് കാണുമ്പോൾ പലർക്കും പലതും തോന്നും. ചിലവർക്ക് KTM ഡ്യൂക്ക് 390 തോന്നും. കണ്ട് ഈ സൈഡിലത്തെ ഈ കൗൾസാണ് KTM ഇൻസ്പയർഡ് ആയിട്ട് തോന്നുന്നത്. പക്ഷേ അവിടെയാണ് സിമിലാരിറ്റീസ് എൻഡ് ചെയ്യുന്നത്. ഇത് അടിയിൽ നിന്നോ സൈഡിൽ നിന്ന് നോക്കിയാൽ ഒരു Z900 ടൈപ്പാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒക്കെ വരുന്നത്. അതേപോലെ കുറച്ചും കൂടി ഒരു ആംഗിൾ ലെഫ്റ്റ് സൈഡിൽ പ്രൊഫൈലിൽ നോക്കുവാണെങ്കിൽ ചിലവരൊക്കെ ഇതിനെ ഡുക്കാട്ടി സ്ട്രീറ്റ് ഫൈറ്റർ V4 ഒക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ഷാർപ്പ് ആംഗിൾസ്, ഷാർപ്പ് ഡിസൈൻസ് എല്ലാ സാധനവും നോക്കുമ്പോൾ അത് ചിലവർ കോപ്പി ചെയ്യാന്ന് പറയും. പക്ഷേ ഐ കോൾ ഇറ്റ് ടേക്കിംഗ് ഇൻസ്പിറേഷൻ. അതാണ് ഏറ്റവും നല്ല രീതിയിൽ പറയാൻ പറ്റുന്നത്. പക്ഷേ ഇറ്റ് ലുക്സ് ഗുഡ്. സൈഡ് പ്രൊഫൈൽ ഫ്രം ദ ബാക്ക് ഒക്കെ ആണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഷാർപ്പസ്റ്റ് ലുക്കിംഗ് സ്ട്രീറ്റ് ഫൈറ്റേഴ്സ് ഇൻ ദ മാർക്കറ്റാണ്. ഇപ്പോൾ ഇതാണെങ്കിൽ എനിക്കിപ്പോൾ റിവ്യൂ പറയാൻ പറ്റില്ല, പക്ഷേ എൻ്റെ സംസാരത്തിൽ നിന്ന് എൻ്റെ രീതിയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ ട്രാക്കിലൊക്കെ ഓടിച്ച് കുറച്ച് ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ എന്നാലും ഞാൻ പെട്ടെന്ന് റാപ്പ് അറൗണ്ട് ചെയ്യാം. ഫുൾ ഔട്ട് LED ലൈറ്റിംഗ് ആണ്, അങ്ങനത്തെ ലൈറ്റ്സ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നൈറ്റ് ഓടിച്ച് നോക്കിയിട്ടില്ല, പക്ഷേ ഡീസൻറ്റ് ഇനഫ് എന്നാണ് എല്ലാവരും പറയുന്നത്.
പിന്നത്തെ കാര്യം ഇത് നോക്ക്, ഷാർപ്പ് ടാങ്ക് 11 ലിറ്റേഴ്സിൻ്റെ ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ലിക്വിഡ് കൂളിംഗ് ആ കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ കവറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അണ്ടർ ബെല്ലി കൗള് നോക്ക്, എവറിത്തിങ് ഇതിനൊരു ഷാർപ്പ് അജൈൽ മോട്ടോർ സൈക്കിളായിട്ട് കൊടുക്കുന്നത്. ആ പ്രോട്ടോടൈപ്പ് മോട്ടോർ സൈക്കിൾ ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുറേ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഷാസിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ആ ഷാസി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിയർ സബ് ഫ്രെയിം നോക്ക്, അലൂമിനിയം വെച്ച് കൺസ്ട്രക്ട് ചെയ്ത ഒരു പീസാണ് വെയിറ്റ് റിഡക്ഷന് വേണ്ടി. ഞാൻ പറഞ്ഞു ഈ വണ്ടി മാക്സിമം വെയിറ്റ് റിഡക്ഷൻ, TVS അവിടെ 40 years ഓഫ് റേസിംഗ് എക്സ്പീരിയൻസ് കുറേ കാര്യങ്ങൾ എടുത്തിട്ട് അതെല്ലാം ആ റിസർച്ച് ആൻഡ് ഡാറ്റ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയൊരു മോട്ടോർ സൈക്കിൾ. അതിൻ്റെ റിസൾട്ട് എന്നുള്ള ഷാർപ്പ് ഹാൻഡ്ലിംഗ്, ഫാസ്റ്റ് ആക്സലറേറ്ററി മോട്ടോർ സൈക്കിളാണ്. ഒരു രക്ഷയില്ല കേട്ടോ, കൊള്ളാം. പിന്നെ ഇതിൻ്റെ ഈ മോഡൽ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് പ്രോ എന്ന് പറഞ്ഞാൽ ഇതിന് ഇല്ലാത്തൊരു ഫീച്ചറില്ല. എല്ലാം കൊടുത്തിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൈവേ പോകുകയാണെങ്കിൽ കുറേ ഹൈവേ ഒക്കെ ഓടിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ബട്ടൺ ടാപ്പ് ചെയ്താൽ അത് തന്നെ ത്രോട്ടിൽ ഇനി കൊടുക്കേണ്ട. ഏത് സ്പീഡ് നമ്മൾ സെറ്റ് ചെയ്താൽ ആ സ്പീഡിൽ തന്നെ കണ്ടിന്യൂസ്ലി പോകുന്നതാണ്. അടിപൊളി ഫീച്ചർ. കോർണറിങ് ABS, ഇപ്പോൾ ഞാൻ കോർണർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണാം മുട്ടൊക്കെ കണ്ട് കംപ്ലീറ്റ്ലി വരച്ച് വെച്ചേക്കുക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കോർണറിലാണെങ്കിൽ ബ്രേക്ക് പിടിക്കുക, ധൈര്യത്തോടെ ബ്രേക്ക് പിടിക്കുക. എന്നാൽ ഈ കമ്പ്യൂട്ടർ അത്രമാത്രം കൺട്രോൾ ചെയ്യും. അപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരും. സാധാരണ നമ്മൾ ഇങ്ങനെ ലീനിലൊക്കെ ബ്രേക്ക് പിടിക്കുക, ഫ്രണ്ട് സ്ലൈഡായി പോയി ക്രാഷ് ചെയ്യുക, വണ്ടി ചിലപ്പോൾ സഡൻലി അപ്രൈറ്റായി പോവുക. പക്ഷേ ഇതിൽ നമ്മൾ ചെയ്താലും മോട്ടോർ സൈക്കിൾ ഫൊഗീവ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കഴിഞ്ഞിട്ടില്ല, ഇനിയുള്ള ഫീച്ചേഴ്സൊക്കെ കേട്ടാൽ നിങ്ങളുടെ കിളി പോകും. കാരണം സെഗ്മെൻറ്റിൽ ഒരു മോട്ടോർ സൈക്കിൾ ഇല്ലാത്തൊരു ഫീച്ചറാണ് ഇത് ഈ കാണുന്ന സീറ്റ്സ്. ഈ സീറ്റിന് എന്താ പ്രത്യേകത എന്നല്ലേ ഞാൻ ഒന്ന് ഇരുന്ന് കാണിച്ചിടാം. ഇതിൻ്റെ സീറ്റായിട്ട് നോക്കി 800 mm ഉള്ള, എനിക്ക് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാം. ഞാൻ 5'8" ആണ്. എനിക്കിത് കംഫർട്ടബിളി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ഒരു രക്ഷയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റിനെ കുറിച്ച്. ഈ സീറ്റ് എന്ന് പറഞ്ഞാൽ ക്ലൈമാറ്റിക് കൺട്രോൾ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന, ഇത്രയും ഡിഗ്രീസ് കൂട്ടാൻ ഇത്രയും ഡിഗ്രീസ് കുറയ്ക്കാനും പറ്റുന്ന. ഈ ചൂടത്തൊക്കെ ഓടിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ചിട്ടാണെങ്കിൽ നമുക്ക് കംഫർട്ടബിളി ഓടിക്കാൻ പറ്റും. ഇതിൻ്റെ റിവ്യൂ ഒക്കെ വരുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ഓൺ ദ ട്രാക്ക്, ഓൺ ദ റോഡ്. ഇപ്പോൾ എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ കമ്മിങ് സൂൺ ആണ്. സോ സ്റ്റേ ട്യൂൺഡ്. പിന്നെ ഈ പ്രോ വേരിയൻറ്റ് കുറേ കൂടി ഫീച്ചേഴ്സ് വരുന്നത് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ കൊടുത്ത്, പുതിയ മിറേഴ്സ്, അതെല്ലാത്തിനുള്ള. പിന്നെ നോക്കുക, അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഇന്ത്യയിൽ വരും. ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനൊക്കെ ഇന്ത്യയിൽ വരുമോ, ഇന്ത്യക്കാർക്ക് കിട്ടുമോ. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ഇന്ത്യ, ഫോർ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആണ്. ഇന്ത്യക്കാർക്ക് ഇതേ സസ്പെൻഷൻ കിട്ടും. KYBയുടെ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ. റൈറ്റ് സൈഡ് കംപ്രഷൻ, ലെഫ്റ്റ് സൈഡ് റീബൗണ്ട്, പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ഫോക്സ് ആണ് ഫ്രണ്ട് ഫോക്സ് പ്രൊവൈഡ് ചെയ്യുക. റിയറിലാണെങ്കിൽ പ്രീലോഡ് റീബൗണ്ട് അഡ്ജസ്റ്റബിലിറ്റി ആണ് കൊടുത്തിരിക്കുക. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മോട്ടോർ സൈക്കിൾ. ഈ അഡ്ജസ്റ്റബിലിറ്റിയുടെ അഡ്വാൻറ്റേജ് എന്നാൽ ഒരു മോട്ടോർ സൈക്കിൾ മാനുഫാക്ചർ ഇറക്കി കഴിഞ്ഞാൽ അത് വൈഡ് വെറൈറ്റി ഓഫ് ഓഡിയൻസിൽ ഓടിക്കാൻ വേണ്ടിയാണ്. പക്ഷേ വണ്ടിക്കറിയില്ല ഇരിക്കുന്ന ആളാരാന്ന്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ റൈഡർ വെയിറ്റിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന പേർപ്പസിനും വേണ്ടി ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് ട്യൂൺ ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് കമൻറ്റ് ഡൗൺ ബിലോ. നമുക്ക് ഈ സസ്പെൻസ് സെറ്റിംഗ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അത് കമൻറ്റ് ഡൗൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് കുറച്ച് ടെക്നിക്കൽ സാധനങ്ങളുള്ള ഇതിൻ്റെ കംപ്രഷൻ എന്താ, റീബൗണ്ട് എന്താ, അബ്സോർപ്ഷൻ ഓഫ് ദാറ്റ് എനർജീസ് കംപ്രഷൻ, ആ എനർജി റിലീസ് ചെയ്യുന്ന റീബൗണ്ടാണ് എന്താണ്, അതിനെക്കുറിച്ച് കുറച്ച് ടെക്നിക്കൽ കാര്യം, എഞ്ചിനീയറിംഗ് സൈഡ് ഓഫ് മോട്ടോർ സൈക്കിൾ, അതൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഡൗൺ ബിലോ. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ടെക്നിക്കൽ വീഡിയോസ് ഉണ്ടാക്കുക. പക്ഷേ ടെക്നിക്കൽ വീഡിയോസ് കാണാൻ അധികം ആൾക്കാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാത്തത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റ്, നിങ്ങൾ എഞ്ചിനീയറാണ്, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് സൈഡ് ഓഫ് മോട്ടോർ സൈക്കിൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. സോ അത്രയൊക്കെയുള്ള അടിപൊളി ഡിസൈൻ്റെ റിയർ ടെയിൽ സെക്ഷനൊക്കെ കാണാൻ പ്രോപ്പർ ഒരു സ്പോർട്ട് മോട്ടോർ സൈക്കിൾ ചെറുതാക്കിയ ഒരു മിനിയേച്ചർ ഫോം, എല്ലാ ഫീച്ചേഴ്സും റീറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു അഗ്രസീവ് ലുക്കിംഗ് മോട്ടോർ സൈക്കിളാണ് TVS ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പണ്ട് മോട്ടോർ സൈക്കിൾ റേസ് സ്പെക്ക് എന്നായിരിക്കും, ഇപ്പോൾ ഹൈപ്പർ സ്പെക്ക് എന്നാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. കൊള്ളാട്ടോ, സെറ്റപ്പൊക്കെ എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ ഒരു പുതിയൊരു 5" TFT ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്ന റൈഡിംഗ് മോഡ്സ് ഉണ്ട്. ഈ സെഗ്മെൻറ്റിൽ പറഞ്ഞ ആവശ്യമുള്ള എല്ലാ കാര്യം കൊടുത്തിട്ട് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന 2,43,000 പക്ഷേ ആ പ്രൈസിൽ ഈ സംഭവങ്ങളൊന്നും കിട്ടില്ല. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ കൊടുത്തിരിക്കുക, അത് ബൈലാറ്ററൽ ക്വിക്ക് ഷിഫ്റ്റർ, ക്ലച്ച് പിടിക്കാതെ ഗിയർ അപ്പും ഗിയർ ഡൗണും ചെയ്യാൻ പറ്റുന്ന ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഈ ട്രാക്കിൽ നിന്ന് വന്നൊരു സംഭവം ഇപ്പോൾ റോഡ് മോട്ടോർ സൈക്കിൾ എല്ലാത്തിലും വന്നു തുടങ്ങിയ ഫീച്ചറാണ്. നിങ്ങൾ ലേസി ആയിരിക്കും, പക്ഷേ ഭയങ്കര എൻജോയ്മെൻറ്റ് കൂടിയാണ് ഈ ഫീച്ചർ. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ പിന്നെ ക്വിക്ക് ഷിഫ്റ്റ് ഇല്ലാത്ത മോട്ടോർ സൈക്കിൾ ഭയങ്കര മിസ്സിംഗ് ആണ്. അതുപോലെ ഞാൻ പറഞ്ഞു പുതിയ TFT ഡിസ്പ്ലേ, 5" TFT ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്ന റൈഡിംഗ് മോഡ്സിൻ്റെ എല്ലാ മത്താപ്പും പ്രൊവൈഡ് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ടോ. സ്റ്റേ ട്യൂൺ. അപ്പോൾ നിങ്ങൾ എക്സോസ്റ്റ് നോട്ടും കൊണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. 1 ടെക് സ്റ്റാർട്ടാണ്. എങ്ങനെയുണ്ട് സാധനം? So guys, that's a wrap. Hope you enjoy the video. Thank you for watching. Do like, share, subscribe for more video. ഞങ്ങൾ തൈലിൽ വന്നിട്ട് ഈ വീഡിയോ ഒറ്റക്കാണ്, വേറെ ആൾക്കാരൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ ഇനിയും ഇങ്ങനെ വന്ന് കുറച്ചുകൂടി ബെറ്റർ ക്രിയേറ്റീവ് വീഡിയോസ്, ഇൻഫോർമേഷൻ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. So thank you for watching once again guys. Keep subscribing, keep supporting and thank you for watching.